തൻ്റെ കുടുംബം ഇത്രയും കാലം അനുഭവിച്ച ബുദ്ധിമുട്ട് ഉമ്മയെ നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം കളിയാക്കിയത്, ആക്ഷേപിച്ചത്, പരിഹസിച്ചത്, ഇതൊക്കെ ഉണങ്ങാത്ത മുറിവായി അഫാൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. ആ മുറിവിൻ്റെ തിക്തഫലം തന്നെയാണ് ഉമ്മയടക്കം അനുഭവിക്കേണ്ടി വന്നത്. അതുകൂടാതെ ഉറപ്പായും താൻ മരിക്കുമെന്നുള്ള ഒരു കട്ടായം പറച്ചിൽ പോലീസിനോട് നൽകിയതോടെ പോലീസ് സംഘവും ആകെ പരിഭ്രാന്തിയിലാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ദുരന്തത്തിനൊക്കെ തന്നെ കാരണം ആർഭാട ജീവിതമാണെന്നുള്ള കാര്യം പറയാതെ പറയുന്നു അഫാനും. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് കാരണം കടബാധ്യത തന്നെയെന്ന് ജയിൽ ഉദ്യോഗസ്ഥരോട് പ്രതി തന്നെ തുറന്ന് സമ്മതിക്കുന്നു. അഫാൻ തന്നെ പറയുന്നു, കടബാധ്യത കാരണം ബന്ധുക്കൾ നിരന്തരം തന്നെ തൻ്റെ കുടുംബത്തെ, തൻ്റെ ഉമ്മയെ അധിക്ഷേപിച്ചു. ഉമ്മ മരിച്ചുവെന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൂടി കൊലപ്പെടുത്തി താനും മരണപ്പെടാനായി തീരുമാനിച്ചത്. പക്ഷേ അതിൽ ചില പാളിച്ചകൾ സംഭവിച്ചു. ഒന്ന്, ഉമ്മയെ കൊലപ്പെടുത്തുന്നതിലും മറ്റൊന്ന് സ്വയം മരിക്കുന്നതിലും. അടുത്തതായി പറയുകയാണെങ്കിൽ മുഴുവൻ ആളുകളെയും കൊലപ്പെടുത്താൻ കഴിയാതെ പോയത്. അതിലുള്ള ഖേദവും അഫാൻ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ചില സംശയങ്ങൾ ഇപ്പോഴും ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ഉമ്മയെ ആദ്യം കൊലപ്പെടുത്താനായി അഫാൻ ശ്രമിച്ചുവെന്ന് പറയുന്നു. മറ്റുള്ളവരൊക്കെ തന്നെ മരണപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ചാണ് അഫാൻ ഓരോ ഇടം നിന്നും അടുത്തിടത്തേക്ക് പോയത്. പക്ഷേ ഉമ്മയെ വലിയ രീതിയിലുള്ള പരിക്ക് സംഭവിപ്പിക്കാതെ ഉമ്മ രക്ഷപ്പെടണമെന്നുള്ള ഒരാഗ്രഹം, പക്ഷേ ഇക്കൂട്ടത്തിൽ ഉമ്മയെയും ഉപദ്രവിച്ചു, ഉമ്മയെയും കൊലപ്പെടുത്താനായി ശ്രമിച്ചു എന്ന രീതിയിൽ വരുത്തി തീർക്കാനാണോ അഫാൻ ശ്രമിച്ചത് എന്നുള്ള സംശയമടക്കം പോലീസിന്റെ മനസ്സിലുണ്ട്. ഒരാൾക്ക് മരണപ്പെടാനാണെന്നുണ്ടെങ്കിൽ ഇത്രയധികം ആളുകളെ കൊലപ്പെടുത്തി, എന്നാൽ ഉറപ്പായും താനും മരണപ്പെടണം, ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇത് ഓർത്ത് ഈ ദുഃഖവും പേറി നരകിച്ച് ജീവിക്കേണ്ടി വരുമെന്നുള്ള തിരിച്ചറിവുമുണ്ട്. എന്നിട്ട് അഫാൻ എന്തിനാണ് കീഴടങ്ങിയത്? അങ്ങനെയുള്ള പലതരത്തിലുള്ള സംശയങ്ങൾ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതിലും അപ്പുറത്തേക്ക് പല കാര്യങ്ങൾ പോലീസിനെ വലയ്ക്കുന്നുണ്ട്. പൂജപ്പുര സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥരോടാണ് അഫാൻ ചില കാര്യങ്ങൾ ഇങ്ങനെ തുറന്നു പറയാൻ തയ്യാറായത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഇന്നലെയായിരുന്നു അഫാനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. അപ്പോഴാണ് അഫാൻ തൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്നത്. ഓരോ ദിവസവും 10,000 രൂപ വരെയാണ് പലിശക്കാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. തങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക അവസ്ഥയില്ലായിരുന്നു. കടം വാങ്ങേണ്ടി വന്നു, കടത്തിന് മുകളിൽ കടം വാങ്ങേണ്ടി വന്നു. അങ്ങനെ കടം വാങ്ങി കഴുത്തറ്റമായപ്പോൾ മറ്റ് നിവൃത്തിയില്ലാതെ ആത്മഹത്യ എന്നൊരു ചിന്തയിലേക്കെത്തി. എന്നാൽ ആത്മഹത്യ ചെയ്യുന്നതിലും ചില മടിയുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഭയമുണ്ടായിരുന്നു. അങ്ങനെയാണ് എല്ലാവരെയും കൊലപ്പെടുത്തി സ്വയം മരിക്കാനായി അഫാൻ തന്നെ അങ്ങ് തീരുമാനിച്ചത്. ഇപ്പോൾ താൻ മരണപ്പെടാത്തതിലുള്ള അസ്വസ്ഥത ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരോടൊക്കെ അഫാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് അഫാനിൽ അതീവ ജാഗ്രത, ശ്രദ്ധ പുലർത്തുകയാണ് ഉദ്യോഗസ്ഥരും. ഏത് സമയവും അഫാൻ മരിക്കാനുള്ള, ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. ചെറിയൊരു അശ്രദ്ധ മാത്രം മതി അഫാനും ആ ഒരു കൃത്യം നടത്തുമെന്നുള്ള ഭീതി പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട്. അഫാന്റെ ബന്ധുക്കൾ, പണം കടം വാങ്ങിയവർ എന്നിവരുടെ ഒക്കെ തന്നെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യത എന്നുള്ള വിഷയത്തിൽ ഊന്നി തന്നെയാണ് അന്വേഷണവും മുന്നോട്ട് പോകുന്നത്. ഇവരിൽ നിന്നും കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 90 ദിവസത്തിനകം തന്നെ കുറ്റപത്രം നൽകി മുന്നോട്ട് നീങ്ങാനാണ് പോലീസും ശ്രമിക്കുന്നത്. ഓരോ ദിവസവും പോലീസ് കസ്റ്റഡിയിലോ ജയിൽ ഉദ്യോഗസ്ഥരുടെ സംരക്ഷണയിലോ അഫാൻ ഉള്ളത് പോലീസ് ഉദ്യോഗസ്ഥർക്കും ജയിൽ ഉദ്യോഗസ്ഥർക്കും ഒക്കെ വലിയ വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ട് വളരെ വേഗത്തിൽ കേസ് കോടതിയിലെത്തി കുറ്റപത്രം സമർപ്പിച്ച് വിധി പ്രഖ്യാപിക്കുന്നതിലേക്ക് പോകാനാണ് പോലീസും ശ്രമിക്കുന്നത്. അതിനിടയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു പ്രതി അഫാൻ കൊലപാതകം നടത്താൻ എന്തുകൊണ്ട് ചുറ്റിക തിരഞ്ഞെടുത്തു എന്നുള്ള കാരണം തിരഞ്ഞ പോലീസിന് അതിൻ്റെ ഉത്തരം ലഭിച്ചത്. അഫാന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിലൂടെയാണ് നിർണായകമായ പല വിവരങ്ങളും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. അങ്ങനെയാണ് അഫാനു വേണ്ടി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകാനും തീരുമാനിച്ചത്. കടബാധ്യത സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അഫാന്റെയും ഉമ്മ ഷെമിയുടെയും ജീവിതശൈലി തന്നെയാണ് ഈ സാമ്പത്തിക ബാധ്യത ഉണ്ടാകാനും കടം പെരുകാനുമുള്ള കാരണമെന്നും കണ്ടെത്താൻ കഴിഞ്ഞു. ചുറ്റിക എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നതറിയാൻ സൈബർ പോലീസ് അഫാന്റെ ഫോണും ഇന്റർനെറ്റ് ഉപയോഗങ്ങളും ബ്രൗസിംഗ് ഹിസ്റ്ററിയും ഒക്കെ തന്നെ പരിശോധിച്ചു. കൊലപാതകത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മൊബൈൽ ഫോണിൽ പല ആയുധങ്ങളെക്കുറിച്ച്, എങ്ങനെ കൊലപ്പെടുത്താമെന്നതിനെക്കുറിച്ച്, ഇവ എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ച് വീഡിയോയും മറ്റുമൊക്കെ യൂട്യൂബിലും മറ്റും സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രികാലങ്ങളിൽ ഒരുപാട് സമയം ഉറക്കമൊഴിഞ്ഞതിനെക്കുറിച്ച് ഗവേഷണം നടത്തി. എന്തിനേറെ പറയുന്നു, അഫാന്റെ ഉമ്മ ഷെമി അടക്കം ബന്ധുക്കളോട് ഇക്കാര്യം പരാതിയായി പറഞ്ഞിരുന്നു. രാത്രിയിൽ മകൻ ഉറക്കമില്ല എന്നും ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊരു രീതിയിൽ സാധാരണഗതിയിൽ ഏതൊരമ്മയും പറയുന്നത് പോലുള്ള പരാതി പറഞ്ഞതായി ചില ബന്ധുക്കൾ ഇപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെ ചുറ്റികയിലേക്ക് അഫാൻ എത്തിയതിൻ്റെ കാരണം പോലീസിന് വ്യക്തമായി. പക്ഷേ അന്വേഷണ ഘട്ടമായതുകൊണ്ട് മാധ്യമങ്ങളോടിത് കൂടുതൽ വ്യക്തത വരുത്തിയിട്ടില്ല. അഫാന്റെ പിതാവിൻ്റെ മാതാവിനെ കൊലപ്പെടുത്തി സ്വർണമെടുത്ത് പണയം വെച്ച് 75,000 രൂപയാണ് വാങ്ങിയത്. അതിൽ 40,000 രൂപ തങ്ങൾക്കുണ്ടായിരുന്ന കടം വീട്ടിയിരുന്നു. പലർക്കും ഗൂഗിൾ പേ വഴി പണം അയച്ചു കൊടുത്തിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ദിവസവും വീട്ടിലെത്തി പിരിവ് വാങ്ങുന്നവരെ കൊലപാതക ദിവസം വീട്ടിലെത്താതിരിക്കാനുള്ള നീക്കം
പണം നേരത്തെ ഗൂഗിൾ പേ വഴി അയച്ചു കൊടുത്ത് അഫാൻ ഒഴിവാക്കിയിരുന്നു. കൊലപാതകത്തിന് തലേ ദിവസം അഫാനും ഉമ്മയും 50,000 രൂപയ്ക്ക് വേണ്ടി ഒരു ബന്ധുവീട്ടിൽ പോയതായിട്ടും മൊഴി ലഭിച്ചിരുന്നു. പക്ഷേ പണം കിട്ടാത്തതുകൊണ്ട് ഏറെ നിരാശരായിരുന്നു. കൊലപാതകങ്ങൾ നടന്ന ദിവസം പോലും അന്ന് രാവിലെ ഷെമി വീണ്ടും ബന്ധുവിനെ വിളിച്ചു. തട്ടത്തുമലയിലെ ഒരു ബന്ധുവിനെയാണ് വിളിച്ചത്. പക്ഷേ പണമില്ല എന്ന് പറഞ്ഞതോടെ വീണ്ടും താൻ മനസ്സിൽ കരുതിയ കാര്യം നടപ്പിലാക്കാൻ അഫാൻ തീരുമാനിക്കുകയായിരുന്നു.